ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു മേത്തി പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മേത്തി ഇല തന്നെയാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകി വാരി അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് അതിൻ്റെ ഇല മാത്രം നുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ തന്നെ ഇടാൻ പറ്റത്തില്ല, ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അത് അവിടെ മാറ്റി വെക്കുക. പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആട്ടപ്പൊടിയാണ്. അപ്പോൾ എത്രത്തോളം മേത്തി പൊറോട്ട വേണോ അതിനനുസരിച്ചിട്ടുള്ള പൊടികൾ എടുക്കുക. ഞാനിവിടെ 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ച മേത്തി ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മേത്തി ഇലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം മല്ലി ഇലയും കൂടെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മേത്തി ഇലയും അതുപോലെ തന്നെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. പിന്നീട് അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ ഒന്ന് കുഴച്ചെടുക്കണം. അല്പം വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഒന്നിച്ച് വെള്ളം എടുത്ത് ഒഴിക്കരുത്. കുറച്ചാദ്യം ഒഴിക്കുക, പിന്നീട് വീണ്ടും കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്ത് നോക്കി വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. കാരണം ഇത് നമ്മൾ ഇല ചേർത്ത് കുഴക്കുന്നതുകൊണ്ട് തന്നെ അധികം ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്കത് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടി. കുഴച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കുറച്ച് ലൂസായി വരും. അതുകൊണ്ട് തന്നെ കുഴക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കുഴച്ച് റെഡിയാക്കി നമ്മളൊരു 10 മിനിറ്റ് നമുക്കിതിനെ മാറ്റി വെക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളെ കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അല്പം പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം അതിൻ്റെ നടുക്ക് നമുക്ക് പശു നെയ്യോ അല്ലെങ്കിൽ നമ്മളെ സൺഫ്ലവർ ഓയിലോ അതിലേതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും അതിനെ വന്നിട്ട് 4ആയിട്ട് മടക്കി നമ്മളൊന്നും കൂടി ബോളാക്കിയിട്ട് വീണ്ടും പരത്തിയെടുക്കുക. ഇങ്ങനെ പരത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നേരിട്ട് പരത്തിയാലും മതി. പക്ഷേ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സോഫ്റ്റ്നെസ് ആയിരിക്കും ചപ്പാത്തി. അതുകൊണ്ട് ഇതുപോലെ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ അതുപോലെ പരത്തിയെടുക്കുക. നല്ല ഷേപ്പൊന്നുമില്ല എൻ്റെ പൊറോട്ടയ്ക്ക്. അതുകൊണ്ട് ഷേപ്പിൽ പരത്താൻ അറിയുന്നവരുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക. അപ്പം എല്ലാം നമ്മളിങ്ങനെ ചുട്ടിടുക. ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പം 2 ഭാഗവും നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം നമ്മളിത് മാറ്റി വെക്കുക. അപ്പം ഞാൻ ഇതുപോലെ എല്ലാം തന്നെ തയ്യാറാക്കി എടുക്കുക. അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ലൈക്കുകളും കമൻസും ഒക്കെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പം എല്ലാവരും ചെയ്തു നോക്കുക. നല്ല ടേസ്റ്റിയാണ്. കറിയൊന്നും വേണമെന്നില്ല, നമുക്ക് ചൂടോട് തന്നെ അങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ.